അപ്പോൾ ഇതൊക്കെ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ്. പൊന്നാനിയിൽ ഹിന്ദു ജയിക്കും, അങ്കമാലിയിൽ ഈഴവൻ അല്ലെങ്കിൽ പട്ടികജാതിക്കാരൻ മുനിസിപ്പൽ ചെയർമാനാകും, ഗുരുവായൂർ മുസ്ലിം ലീഗുകാരനോ അല്ലെങ്കിൽ മാർക്സിസ്റ്റുകാരനായ മുസ്ലിം MLA ഉണ്ടാകുന്നതിന് ഒരു തെറ്റുമില്ല. അതിൽ അത്ഭുതകരമായിട്ട് യാതൊന്നും തന്നെ സംഭവിക്കുന്നില്ല. മാത്രമല്ല ഗുരുവായൂരിൻ്റെ ചുറ്റുപാടുള്ള ഭാഗത്ത് ഈ കൂടുതലായിട്ടും മുസ്ലിം ഭൂരിപക്ഷമുള്ള പഞ്ചായത്തുകളാണ് കൂടുതൽ. ഒരുമനയൂർ പോലെയുള്ള പഞ്ചായത്തുകളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായിട്ടാണ് കരുതപ്പെടുന്നത്. അതുകൊണ്ടാണ് ആ സീറ്റിൽ മുസ്ലിം സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നത്. ദീർഘകാലം തൃശ്ശൂർ ജില്ലയിൽ മുസ്ലിങ്ങൾക്ക് കൊടുത്തിരുന്ന ഒരേ ഒരു സീറ്റ് മാർക്സിസ്റ്റ് പാർട്ടി കൊടുത്തിരുന്നു, അതുപോലെ UDF കൊടുത്തിരുന്നതായ ഒരേ ഒരു സീറ്റ് എന്ന് പറയുന്നത് ഈ ഗുരുവായൂരാൻ. പിന്നെയാണ് AC മൊയ്തീൻ വടക്കാഞ്ചേരിയിൽ മത്സരിച്ച് ജയിച്ചു. AC മൊയ്തീൻ ഇപ്പോൾ കുന്നംകുളത്ത് മത്സരിച്ച് ജയിക്കുന്നത്. അല്ലാതെ ഒരു സീറ്റും കൊടുക്കാറില്ല, കൊടുത്തിട്ടുമില്ല.